Hello friends! നമ്മൾ ടോപ്പ് മെറ്റീരിയൽ മേടിച്ചു കഴിഞ്ഞ് തയ്ക്കുമ്പോൾ അത് പല രീതിയിലും ചിലവർ തയ്ക്കും, ചിലവർ കുർത്തയായിട്ട് തയ്ക്കും, ചിലവർ ഷോളൊക്കെ മേടിച്ചിട്ട് ഒരു ചുരിദാർ സെറ്റ് പോലെ അങ്ങനെയായിട്ടും തയ്ച്ചിടും. അപ്പോൾ ചില ആൾക്കാർക്ക് ഷോൾ വൺ സൈഡ് ഇടുന്നതായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കഴുത്തിൽ കൂടെ വെറുതെ സ്റ്റൈലിന് ഇട്ടുകൊണ്ട് നടക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലവരാണെങ്കിൽ ഇങ്ങനെ ഞെറിഞ്ഞ് ഇതേപോലെ യു ആയിട്ട് ഇടും ഷോള്. അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പം ഞാൻ ഇതിനു മുമ്പ് കുറേ ചുരിദാറിൽ വർക്ക് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് കാണിച്ചേക്കുന്ന എല്ലാം നെക്ക് ലൈനിൽ അല്ലെങ്കിൽ വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ചെസ്റ്റ് പോർഷനിലായിരിക്കും വർക്ക്. അപ്പം ഈ ഷോൾ ഇങ്ങനെ ഞെറിഞ്ഞിടുന്ന ആൾക്കാർക്ക് അവർക്ക് ഈ വർക്കൊക്കെ ഞാൻ കാണിച്ചേക്കുന്ന വർക്കൊന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഈ ഷോള് വന്ന് കവർ ചെയ്ത് എല്ലാം പോകും. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ഈ ഒരു ചെസ്റ്റ് പോർഷനോ നെക്ക് ലൈനോ അവിടെ ഒന്നും അല്ല വർക്ക് ചെയ്യാൻ പോകുന്നത്, സ്ലിറ്റിൻ്റെ താഴത്തോട്ടാണ് വർക്ക് വരുന്നത്. അപ്പം എങ്ങനെ ഷോൾ ഇട്ടാലും അതിൻ്റെ താഴത്തോട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ഷോൾ ഇടുന്ന ആൾക്കാർക്ക് സ്ലിറ്റിൻ്റെ താഴത്തോട്ടോ അല്ലെങ്കിൽ സ്ലീവിലെ ഹെവി വർക്ക് അങ്ങനെ അവിടെയൊക്കെ ചെയ്താലാണ് ആ വർക്ക് കാണത്തുള്ളൂ. ഇപ്പോൾ ഓഫീസിൽ പോകുന്ന, പ്രത്യേകിച്ച് ഓഫീസിൽ പോകുന്ന ചില ഓഫീസിൽ ഷോൾ ഇങ്ങനെ ഇടണം എന്നൊക്കെ നിർബന്ധമുള്ള ഓഫീസുകളും ഉണ്ടാകും. അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ഡിസൈൻ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വർക്ക് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്രിസ്പി ജോർജറ്റ് ആണ്. അപ്പോൾ ക്രിസ്പി ജോർജറ്റിൻ്റെ ഇഴകൾ ഒത്തിരി ഇങ്ങനെ അകന്നകന്ന്, അപ്പം നല്ലൊരു ഓട്ട തന്നെയുണ്ട്. എന്താ കോട്ടയേക്കാളും കുറച്ചും കൂടെ വലിയ ഓട്ടകളാണ് ക്രിസ്പി ജോർജറ്റിലുള്ളത്. അപ്പം അങ്ങനെ ഒരു മെറ്റീരിയലിൽ ഇപ്പം നമ്മൾ ഫ്രഞ്ച് നോട്ട് തയ്ക്കുവാണെങ്കിൽ, അതല്ല ബീഡ്സ് ആണ് തയ്ക്കണേ, എന്ത് തയ്ക്കുവാണെങ്കിലും അതിൻ്റെ ആ ഓട്ടയിൽ കൂടെ താഴത്തോട്ട് പോകും എന്നുള്ളൊരു കംപ്ലൈൻറ്റ് എല്ലാവർക്കും ഉള്ളതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ തയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ആരും സ്കിപ്പ് ചെയ്ത് വീഡിയോ കാണാണ്ട് ഫുൾ ലെങ്ത് ഇരുന്ന വീഡിയോ കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് ക്രിസ്പി ജോർജറ്റിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ. 3 ലീഫ് പാറ്റേൺ ഉണ്ട്. താഴത്തേക്കൂടെ ഇങ്ങനെ കർവ്സിൽ ഇവിടെയാണ് ഞാൻ ബീഡ്സ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ലീഫ് തയ്ക്കാം. ലീഫ് നമ്മൾ ഫിഷ് ബോൺ ആണ് തയ്ക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻ്റെ ബ്ലൂ പ്രിൻ്റ് ഈ വീഡിയോയുടെ എൻഡിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ മെറ്റീരിയൽ ഞാൻ ആദ്യം പറഞ്ഞവരെ നല്ല കാണാമല്ലോ, നല്ലോണം ഗ്യാപ്പുണ്ട്. അപ്പം നമ്മൾ തയ്ക്കുമ്പം എപ്പോഴും ഈ കളത്തിൻ്റെ നടുക്കേക്കൊന്നും പോകുന്ന ഈ ത്രെഡിൽ കുത്തിയെടുക്കാൻ നോക്കുക. ഈ ഗ്യാപ്പിൽ കുത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഗ്യാപ്പിൽ കൂടെ തന്നെ നമ്മൾ ഇട്ടേക്കുന്ന കെട്ടും ഊരിപ്പോരും. അതുകൊണ്ട് ആ ഗ്യാപ്പിൽ കുത്തിയെടുക്കാണ്ട് ഇതിൻ്റെ നടുക്കേക്കൊന്നും പോകുന്ന ത്രെഡിൽ തന്നെ കുത്തിയെടുക്കുക. അപ്പം കെട്ട് ആ ഓട്ടയിൽ കൂടെ ഊരിപ്പോരത്തില്ല. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ സെൻറ്ററിൽ തന്നെ കുത്തിയെടുക്കുക, താത്തുക. നടുക്കൊരു പാർട്ടീഷൻ എപ്പോഴും ഈ ലീഫിൻ്റെ ഫിഷ് ബോണാ തയ്ക്കണമെങ്കിൽ പാർട്ടീഷൻ വരച്ചിരിക്കണം. എന്നിട്ട് തൊട്ടപ്പുറത്തെ സൈഡിൽ നിന്ന് ഡിസൈൻ വരച്ചേക്കണ പോലെ തന്നെ ആ പോർഷനിൽ തന്നെ കുത്തിയെടുക്കുക. ഇതിപ്പോൾ ഇവിടെ 6 strands ആങ്കർ ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. കളർ കോഡ് 361 ആണ് എടുത്തിരിക്കുന്നത്. ഒരു ക്രീം ഷെയ്ഡാണ് വരുന്നത്. ഫിഷ് ബോൺ തയ്ക്കുമ്പോൾ എപ്പോഴും 6 strands ഇട്ട് തയ്ച്ചാലാണ് ഒരു ഭംഗി കിട്ടുക. അതിൻ്റെ ആ ഒരു പ്രൊജക്ഷൻ കിട്ടണമെങ്കിൽ 6 strands ഇട്ട് തയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ ഒരു കുഞ്ഞ് ഡിസൈൻ ആണല്ലോ, അപ്പോൾ അത് പ്രൊജക്റ്റ് ചെയ്ത് താഴത്തെ പോർഷനുമാണ്, നമ്മൾ ടോപ്പിൻ്റെ താഴത്തെ പോർഷനുമാണ്. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ 6 strands ഇട്ട് തയ്ക്കുന്നതാണ് നല്ലത്. ഇത് ഇങ്ങനെ കളം ഉള്ളതുകൊണ്ട് ഇത്തിരി തയ്ക്കുമ്പോൾ ഷേപ്പ് കിട്ടാനും ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു മെറ്റീരിയൽ തയ്ക്കുന്നത് അത്ര ഈസി അല്ല. എപ്പോഴും ഈ വരയിൽ തന്നെ കുത്തിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഷേപ്പിൽ കിട്ടും. അല്ലെങ്കിൽ ആ ഹോൾസിൽ വരുമ്പം ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോണ കാരണം ആ ഓട്ടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാമല്ലോ ത്രെഡിന്. അതുകൊണ്ട് ഷേപ്പ് പോകും നമ്മുടെ. ഏത് പൂവാണെങ്കിലും അതുപോലെ തന്നെ ലീഫായാലും ഏത് തയ്ക്കുവാണെങ്കിലും അതിൻ്റെ ഷേപ്പ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് കാണാൻ ഞാൻ എപ്പോഴും കുത്തിയെടുക്കുന്നത് ഓട്ടയിലല്ല, ആ ത്രെഡിൻ്റെ ആ ബാറ് വരുന്ന ഇതിലാണ്. താത്തുന്നത് ഞാൻ ആ ഓട്ടയിലാണ്, പക്ഷെ ഞാൻ കുത്തിയെടുക്കുന്നത് സൈഡിൽ നിന്ന് കുത്തിയെടുക്കുമ്പം എപ്പോഴും ഞാൻ ആ ത്രെഡിൽ ഈ ബാർ പോർഷനിലാണ് ഞാൻ കുത്തിയെടുക്കുന്നത്.
എല്ലാവർക്കും വേറൊരു ഡൗട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ മെറ്റീരിയലിൽ ഫ്രഞ്ച് നോട്ടായാലും ബീഡായാലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കെട്ടിടേണ്ടത്, താഴത്തെ ഇങ്ങനെ കെട്ടിടണേ എന്നുള്ളതാണ്. അപ്പം നമുക്ക് കാണാം, ഇത് തയ്ച്ചു കഴിഞ്ഞിട്ട് ബീഡ്സ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ് കെട്ടിടേണ്ടത് എന്നുള്ളത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഫിഷ് ബോൺ തയ്ക്കുന്നത്. അതുപോലെ എല്ലാ 3 ലീവ്സും നമുക്ക് തയ്ച്ച് ഫിനിഷ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ബീഡ് ചെയ്യാൻ പോണത്. ഇപ്പം നമ്മൾ ഫിഷ് ബോൺ വെച്ച് ലീവ്സ് എല്ലാം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇനി ഈ ലീഫിൻ്റെ സെൻറ്ററിൽ കൂടെ നമ്മൾ ബീഡ്സ് വെക്കാൻ പോവുക. ഈ ക്ലോത്തിൻ്റെ സെയിം കളർ ബീഡാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് റെഡ് കളർ ത്രെഡ് കോർത്തു ആങ്കറിൻ്റെ. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ കുത്തിയെടുക്കുകയാണ്. ഇത് ബീഡ് വെക്കാനുള്ള കാരണം 2 strands എടുത്തേച്ചാൽ മതി, അതിൽ കൂടുതലൊന്നും വേണ്ട. അപ്പം ഞാനൊരു റെഡ് കളർ ബീഡ്സ് 8 ബീഡ്സാണ് വെക്കുന്നത്. അപ്പം ഇതുപോലെ കുഞ്ഞ് ബീഡ്സാണ്. അപ്പോൾ അത് 8 ഞാൻ ഇവിടെ കോർത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാം. അപ്പോൾ ഇത് ത്രെഡിൻ്റെ കൂടെ ഈ ഒരു കളറും കൂടെ വരുമ്പം, ത്രെഡ് ക്രീമും ബീഡ്സ് ഈ കോൺട്രാസ്റ്റ് കളറും വരുമ്പം നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിന്നോളും. ഇത് ഒരുമിച്ച് ഞാൻ കോർത്തിട്ട് ഇങ്ങനെ താത്തുവാണ്. അപ്പോൾ ഒരുമിച്ച് കോർത്തിട്ട് അത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നത്, ഓരോന്നോരോന്ന് ചെയ്താൽ ഒരു ഒറ്റ ലൈനായിട്ട് കിട്ടുകയില്ല, ആ ഒരു ഭംഗി കിട്ടത്തുണ്ടാവില്ല. അപ്പോൾ ഒരുമിച്ച് കോർത്തിട്ട് താത്തിയിട്ട് പിന്നെ ഓരോ ത്രെഡിൻ്റെയും സൈഡിൽ നമ്മൾ ഓരോ ബീഡിൻ്റെ സൈഡിലും ഇതുപോലെ സൂചി എടുത്തിട്ട് അതൊന്ന് ഉടക്കി വെക്കുക. ഇനി ഇപ്പുറത്തോട്ട് താത്തുക. എന്നിട്ട് ആ ത്രെഡിലൊന്ന് ഉടക്കി വെക്കുകയാണ്. ഇനി ഇൻ കേസ് ത്രെഡ് വല്ലതും പൊട്ടുമോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ബീഡ്സ് ഊരിപ്പോരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ ഉടക്കി വെക്കുന്നത്. അപ്പോൾ ഓരോ ബീഡിൻ്റെ ഇടയിൽ കൂടെ നമ്മളിതുവരെ ഉടക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ബീഡ് ഇരിക്കുന്ന ഒരു ഫീല് കിട്ടുകയും ചെയ്യും. എന്നാൽ ത്രെഡ് പൊട്ടിപ്പോയാലും എല്ലാം ഊരിപ്പോരുമൊന്നുമില്ല. നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിപ്പിക്കുന്നുണ്ട്. ഓരോ ബീഡിൻ്റെ ഇടയിൽ കൂടെ നമ്മളിതുവരെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു ലീഫിൻ്റെ നടുക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കി 2 ലീഫിൻ്റെയും നടുക്ക് ഇതുപോലെ തന്നെ ബീഡ്സ്, റെഡ് ബീഡ് വെക്കാം. അത് കഴിഞ്ഞിട്ട് താഴത്തെ ബീഡ്സ് വെക്കാം. അപ്പം നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ ഈ 2 ലീഫിലും ഇതുപോലെ തന്നെ വെക്കാം. അപ്പം നമ്മൾ ലീഫിൻ്റെ നടുക്കും ചെയ്ത് കഴിഞ്ഞു. ഇനി താഴത്തോട്ടാണ് നമ്മൾ ബീഡ്സ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്ററിൽ ഈ 3 കൂടെ സെൻറ്റർ പോർഷനിൽ ഞാൻ ഒരു ബീഡ് വെക്കുന്നുണ്ട്. അപ്പോൾ ബീഡ് വെക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ കോളത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് ബീഡ്സ് വെക്കുന്ന കാരണം ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറങ്ങിപ്പോകും. അതുകൊണ്ട് കോളത്തിൽ വെക്കാണ്ട് ഇതിൻ്റെ നടുക്ക് പാസ് ചെയ്യുന്ന ആ ത്രെഡിൽ കുത്തിയെടുക്കുക. എപ്പോഴും അതിൽ കുത്തിയെടുക്കുക. എന്നിട്ട് ഞാനിവിടെ ഗോൾഡൻ ബീഡാണ് വെക്കുന്നത്. അപ്പോൾ കുഞ്ഞ് ഗോൾഡൻ ബീഡ്, ഈ ഒരു സൈസിലുള്ള ഗോൾഡൻ ബീഡാണ്. അപ്പം അത് എടുത്തിട്ട് നമുക്കിവിടെ വയ്ക്കാം. അപ്പം കുത്തി താത്തുമ്പോഴും ഹോളിലോട്ട് കുത്തി താത്താണ്ട് ഇവിടെ ഈ ബാറിൽ തന്നെ കുത്തി താത്തിയാൽ നല്ലത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെയിം ത്രെഡ് ആയതുകൊണ്ട് അടിയിൽ കൂടെ വലിച്ചാലും കുഴപ്പമില്ല. വീണ്ടും ഇവിടുത്തെ ആ ത്രെഡിലാണ് ഞാൻ കുത്തിപ്പൊക്കുന്നത്, ഓട്ടയിലല്ല. അപ്പോൾ ഇനി ഈ ഗോൾഡൻ ബീഡ് ഇത് ഈ ഷേപ്പിൽ, കേർവ് ഷേപ്പിൽ 3 കേർവിലും നമ്മൾ വെച്ച് പിടിപ്പിക്കുകയാണ്. കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് തയ്ക്കുകയാണ്. അപ്പോൾ ഇതുവരെ വരുന്ന ഈ ബാറിലാണ് ഞാൻ തയ്ക്കുന്നത്. അപ്പം നിങ്ങളും ഇങ്ങനത്തെ മെറ്റീരിയൽ തയ്ക്കുമ്പം അങ്ങനത്തെ ബാറിൽ വെച്ച് തയ്ക്കുവാണെങ്കിൽ, ഫ്രഞ്ച് നോട്ട് ചെയ്യുവാണെങ്കിലും അങ്ങനെയുള്ള സ്ഥലത്ത് പോയി ചെയ്യുവാണെങ്കിൽ ഓട്ടയില്ലാത്ത പോർഷൻ നോക്കിയെടുത്തിട്ട് ചെയ്യുമ്പോൾ അവിടെ ഇരുന്നോളും. അതല്ല ഓട്ടയിലോട്ട് കുത്തി താത്തുമ്പോൾ ഫ്രഞ്ച് നോട്ടാണെങ്കിൽ തയ്ക്കണമെങ്കിൽ ആ ഓട്ടയിൽ കൂടെ തന്നെ താഴത്തോട്ട് ഇറങ്ങിപ്പോകും. അപ്പം നിങ്ങൾ വലിയ ബീഡ്സ് എടുക്കണമെങ്കിൽ ഈ പ്രശ്നമൊന്നും വരുന്നില്ല. കുഞ്ഞു ബീഡ്സ് ആണെങ്കിലുള്ള കുഴപ്പങ്ങളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇങ്ങനെ തയ്ച്ചാൽ പിന്നെ ലൈനിങ് ഇട്ടാണല്ലോ നമ്മൾ ചുരിദാർ തയ്ക്കുമ്പം പോണത്. അപ്പോൾ പിന്നെ ലൈനിങ്ങും കൂടെ വരുന്ന കാരണം പിന്നെ താഴത്തോട്ട് ഇറങ്ങി പോകുന്നുള്ള പേടി വേണ്ട. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു കേർവ് തയ്ച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ബാക്കി 2 കേർവും തയ്ച്ച് തീർക്കണം. അതിന് മുമ്പായി ഇപ്പം എൻ്റെ ത്രെഡ് തീർന്നു. ഞാനിവിടെ കെട്ടിടുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇതിപ്പം കുറച്ച് തുണിയായിട്ട് നമുക്ക് എടുക്കാം ഇവിടെ.
ഇതിപ്പോൾ തുണി എടുക്കുമ്പോൾ സൂക്ഷിക്കുന്ന ഈ പറഞ്ഞ പോലെ ഇഴകൾ ഇതായതുകൊണ്ട് വലിക്കാൻ ഒത്തിരി മുറുക്കെ പിടിച്ച് വലിക്കുകയും ചെയ്യരുത്, ഇഴ പൊട്ടിപ്പോരും. അപ്പം പയ്യെ ഒരു കെട്ടിടുക. ആദ്യം ഇത്തിരി തുണി എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ത്രെഡിൽ ഇഷ്ടമാലി ത്രെഡ് ഉണ്ടല്ലോ, അതിലേതെങ്കിലും ഒരു ത്രെഡിൻ്റെ താഴത്തേക്കൂടെ എടുക്കുക. തുണിയായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ത്രെഡിൻ്റെ മാത്രം താഴത്തേക്കൂടെ എടുത്തിട്ട് കെട്ടിട്ടാൽ മതി. അങ്ങനെ ഒരു 2 or 3 കെട്ടിട്ടോളൂ. എന്ന് വെച്ചാൽ ഈ ഒരു ത്രെഡിലാണ് ഫുൾ ബീഡ്സും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ത്രെഡ് കെട്ട് ഊരിപ്പോരുകയോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ബീഡ്സ് വെച്ചേക്കുന്നത് മുഴുവനും ഊരിപ്പോരും. അപ്പോൾ അതൊരു നല്ല ഉറപ്പോടെ കെട്ടിടുക, എന്നിട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മുടെ പാറ്റേൺ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലത്തെ 9 ഡിസൈൻസാണ് ടോപ്പിൻ്റെ താഴത്തെ പോർഷനിൽ വരുന്നത്. 2 സ്ലീവ്സിലും കൂടി ഒരേ ഡിസൈനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ടോപ്പ് ഒന്ന് വെച്ച് കാണാം എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ തയ്ച്ച ചുരിദാർ ടോപ്പ് മെറ്റീരിയൽ ഞാൻ വെച്ച് കാണിച്ചേക്കാണ്, തയ്ച്ചിട്ടില്ല, വെച്ച് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ത്രെഡിൻ്റെ കളറുള്ള ഷോള് ഇട്ടുകയാണെങ്കിൽ ഇത്തിരി ഗ്രാൻഡ് ആയിട്ടുള്ള ഷോൾ, ഇപ്പം ഈ ഷോളിലൊക്കെ ആണെങ്കിൽ നിറച്ചും വർക്കുള്ളൊരു ഷോളാണ്, അങ്ങനത്തെ കുറച്ച് ഗ്രാൻഡ് ആയിട്ടുള്ള ഷോളൊക്കെ ഇട്ട് ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു ഭംഗി ഉണ്ടാകും. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ ഷോൾ ഇത്ര ഇറക്കിയിട്ടാലും നമ്മൾ ചെയ്തേക്കുന്ന ഫുൾ വർക്കും കാണാൻ പറ്റുന്ന ഭാഗത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പം ആരുടെയും തയ്ച്ച് കാശ് കൊടുത്ത് തയ്ച്ചിട്ട് നമ്മൾ ഷോൾ ഇടുമ്പോൾ കാണാണ്ട് പോകും എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വരത്തില്ല. ഫുൾ വർക്കും നമുക്ക് കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റും. പിന്നെ ഇവിടെ ത്രെഡ് വർക്കിൻ്റെ കൂടെ തന്നെ ബീഡ് വർക്കും 2 കളർ, ക്രീം കളർ ത്രെഡിൻ്റെ ഇടയിൽ ആ റെഡ് കളർ ബീഡൊക്കെ വന്നപ്പം നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ത്രെഡിൻ്റെ കൂടെ തന്നെ ഒപ്പം തന്നെ ബീഡും വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഹൈലൈറ്റ് ചെയ്ത് ഒരേ ഡിസൈൻസ് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ സ്ലീവിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് ഒരു ഡിസൈനായിട്ട് വരും. അതെനിക്കിപ്പോൾ വെച്ച് കാണിക്കാൻ പറ്റത്തില്ല തയ്ക്കാത്തത് കൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരേ ഡിസൈൻ ഈ 2 സ്ലീവിൻ്റെയും ഈ ഒരു പോർഷനിൽ ഒരു ഡിസൈൻ വെച്ചിട്ട് വരുന്നതായിരിക്കും സ്ലീവിലും. അപ്പോൾ അങ്ങനെയാണ് ഈ ഡിസൈൻ വരുന്നത്, ഈ ചുരിദാർ വരുന്നത്. അപ്പോൾ ഈ ഡിസൈനിൻ്റെ പാറ്റേൺ ബ്ലൂ പ്രിന്റ് ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കാ വേണ്ടേ എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ.